മാന്യമായ പരിപാടിയല്ല, നിർത്തിട്ട് പോറാ. ഈ ഒരു കോൾ റെക്കോർഡിംഗ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവൻ വിളിക്കുന്ന തെറിയും കൂടെ നിങ്ങൾ കേട്ടോ. സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തോ? സ്റ്റേഷനിലുണ്ട്, ഞാനിപ്പോ സ്റ്റേഷനിൽ തന്നെയാണ്. എന്റെ പൊന്നു കേട്ടോ, ഞാൻ കല്യാണം കൂടി കഴിയാത്ത ചെറുപ്പക്കാരൻ. അതെനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എന്നെ വിളിച്ചപ്പോൾ വല്ലതും പറഞ്ഞായിരുന്നു? എന്ത് തേങ്ങ കാണിക്കാനാണെന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത് വീഡിയോ ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ മനസ്സിലായി എന്നാ തേങ്ങ കാണിക്കാനാണ്. സോറി ഏട്ടാ, ഇനി ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അല്ല കുഴപ്പമില്ല, പരാതി. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നൊരു ഞായറാഴ്ചയാണ്. അത്രയും സന്തോഷമുള്ളൊരു ഞായറാഴ്ചയല്ല, എന്നാലും ഈ ഒരു കാര്യം എല്ലാവരുമായിട്ടായിരുന്നു ഞാൻ ഷെയർ ചെയ്യുകയാണ്. കാരണം എനിക്കുണ്ടായൊരു ബുദ്ധിമുട്ട്, ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് എൻ്റെ കരിയറിൽ എനിക്കുണ്ടായൊരു ബുദ്ധിമുട്ടാണ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് എനിക്കുണ്ടായൊരു മോശ അനുഭവമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വ്യക്തി എന്നെ വിളിച്ചു. ഫോണിൽ വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തുടക്കം ഹൈലൈറ്റ് കേട്ടതുപോലെ തന്നെ എന്ത് തേങ്ങയ്ക്കാണ്, പിന്നെ മാ കൂട്ടിയൊരു തെറിയും കൂടെയൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത്. പക്ഷേ വളരെ മര്യാദയ്ക്ക്, ഞാനും വളരെ മര്യാദയ്ക്കാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നോട് അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്നെ കണ്ട് സംസാരിച്ചിട്ടുള്ള ആൾക്കാർക്കെല്ലാം അറിയാം, വളരെ മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കാറുള്ളൂ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലതും പറഞ്ഞു പോകും എന്നുള്ളത് ഷുവറാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കത്തുള്ളൂ, അങ്ങനെ ചെയ്യാറുള്ളൂ. എന്നോട് മോശപ്പെട്ട എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയും. പക്ഷേ കഴിഞ്ഞ ദിവസം അതിനൊരു അവസരം കിട്ടിയില്ല. പക്ഷേ ഒരു പണി കൊടുക്കാനും സാധിച്ചു. പണി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഏതായാലും ആ കോൾ റെക്കോർഡിങ് ഞാൻ നിങ്ങൾക്കെല്ലാം ഒന്ന് കേൾപ്പിച്ചു തരാം. ഒന്നും വിട്ട് കളയരുത്, ഫുള്ളൊന്ന് കേട്ട് നോക്കിക്കോണം. അതായത് ആദ്യം തൊട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് ഞാനിപ്പം കേൾപ്പിച്ചു തരാം. ഈ ഒരു കോള് വരുന്നു. ഹലോ 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 ഏട്ടാ, നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാനേ ചെറിയൊരു വിഷയം പറയാൻ വേണ്ടി, എന്റെ വണ്ടി ഇന്നോവയാണ്. സംശയം ചോദിക്കാനാണോ? സംശയം ചോദിക്കാനാണോ വിളിച്ചത്? അതെ 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 അതെ. വീഡിയോസ് എല്ലാം കാണാറുള്ള ആളാണോ? വീഡിയോസ് എല്ലാം ഒരുവിധം കാണാറുണ്ടെന്നും പറഞ്ഞു. എന്റെ സബ്സ്ക്രൈബർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്, അറിയത്തില്ല. ഞാൻ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ? ഇന്നത്തെ വീഡിയോ കണ്ടില്ല. ഇന്നലെ ഇട്ട വീഡിയോ കണ്ടായിരുന്നോ? ഇന്നലത്തെ വീഡിയോ ലാസ്റ്റത്തെ ഒരു ഇതിന്റെതല്ലേ, മറ്റേ എന്താ പറയാ, ഒരു എൻജിൻ ഓഫ് ആക്കണതും. അയ്യോ അല്ല, ഇന്നലെ ഇട്ട വീഡിയോ മെനിഞ്ഞാന്നിട്ട വീഡിയോ കൂടെ കണ്ടിട്ട് എന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആരും വീഡിയോ കാണാറില്ല, എല്ലാവരും എന്റെ നമ്പർ സേവ് വെച്ച് സംശയം ചോദിക്കാനാണ് വിളിക്കുന്നത്. വീഡിയോ കണ്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യമില്ല. യൂട്യൂബിൽ എം ജി എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ എന്റെ ചാനലിൽ കയറിയിട്ട് ഇന്നലെ ഇട്ട മെനിഞ്ഞാന്നിട്ട വീഡിയോ കണ്ടിട്ട് വിളിച്ചോളൂ, പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അത് അവിടെ കൊണ്ട് സ്റ്റോപ്പായി. ആ വ്യക്തി ഫോൺ വെച്ചും പോയി. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഞാൻ നോക്കുമ്പോഴത്തേക്കും എൻ്റെ നമ്പർ ഇപ്പോൾ എല്ലാവരും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും വീഡിയോ ഒന്ന് റെഫർ ചെയ്യാതെ നേരെ വിളിക്കും. അത് എനിക്ക് ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. കാരണം എൻ്റെ ഒരു റവന്യൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ വീഡിയോ ക്രിയേഷൻ തന്നെയാണ്. ഈ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിൻ്റെ കാര്യം. അത് യൂട്യൂബ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, ഇവിടെ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ പലരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഡയറക്റ്റ് വിളിക്കും. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർ പോലും എന്നെ ഡയറക്റ്റ് വിളിക്കും. ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നീട് ഞാനൊന്ന് ചിന്തിച്ചു, ഇവർ വീഡിയോ കാണട്ടെ. അങ്ങനെ ഞാൻ പലരോടും ഇത് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്നെ വിളിക്കുന്നവരോട് ഞാൻ ചോദിക്കും, വീഡിയോസ് കാണാറുണ്ടോ? ഒരു 99% ആൾക്കാർ വീഡിയോ കാണാറില്ല, ഒരു വീഡിയോസും കാണാറില്ല. ജസ്റ്റ് എന്ത് സംശയം വന്നാൽ അന്നേരം വിളിച്ച് ചോദിക്കും. എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, ഇന്നത്തെ വീഡിയോയും ഇന്നലത്തെ വീഡിയോയും കണ്ടിട്ട് എന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. ഇത് എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും മനസ്സിലാക്കണം. കാരണം ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഈ പറഞ്ഞ വ്യക്തി ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ആയില്ല, തിരിച്ചൊന്നുകൂടെ വിളിച്ചു. ഞാൻ കേൾപ്പിച്ചു തരാം, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു കോൾ റെക്കോർഡിംഗ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇവൻ വിളിക്കുന്ന തെറിയും കൂടെ നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ വീഡിയോയില് പിന്നെ എന്ത് തേങ്ങ നമ്പർ കൊടുത്തിരിക്കണത്? സംശയം വിളിക്കുന്നൊക്കെ പറഞ്ഞാൽ എന്ത് തേങ്ങയ്ക്കാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്? ആ പോയിന്റ് ശ്രദ്ധിച്ചോണേ. അത് മാത്രമല്ല, വരുന്നുണ്ട്. എല്ലാ വീഡിയോസും കണ്ടിട്ടാണ് ഒരാള് നിങ്ങൾ വിളിക്കുമ്പോഴേ നിങ്ങളെ ഐഡിയിൽ പിന്നെ എന്തിനാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്? വീഡിയോ കാണുന്നവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ കേട്ടോ. എല്ലാ വീഡിയോസുകളും കണ്ട് 60 വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഒരാൾ അങ്ങനെ വിളിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വളരെ മോശം റെക്കോർഡാണ്, വളരെ മോശം. ഒരു കുഴപ്പമില്ല, നിങ്ങൾ റെക്കോർഡ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. വളരെ മോശം. നമ്പർ കൊടുത്തു, ഏറ്റവും വണ്ടിയുടെ കാര്യം സംസാരിക്കുക, ഏറ്റവും ഒരു ആവശ്യത്തിന് വിളിച്ചൊരു സംശയം, താല്പര്യം വീഡിയോ കണ്ടാലേ ഈ നമ്പർ സംശയം പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും മാന്യമായ പരിപാടിയല്ല, നിർത്തിട്ട് പോറാമായി. ഇത്രയും പറഞ്ഞ അവൻ കട്ടാക്കി. അവൻ തന്നെ കട്ടാക്കി കേട്ടോ. എന്തുകൊണ്ട് കട്ടാക്കിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏതായാലും കട്ടാക്കി. എനിക്ക് തിരിച്ച് പറയാൻ ഒരു അവസരം കിട്ടിയില്ല. അതൊരു നല്ലൊരു പോയിൻ്റായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനത് ആ
മാ കൂട്ടി തുടങ്ങുന്ന സാധനം ഞാൻ മ്യൂട്ട് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല, സോഷ്യൽ മീഡിയയിൽ പലരും കാണുന്നതായതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്ത്. മാ കൂട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ത് തെറിയാണെന്നുള്ളത്. മുടി എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് വേറെ പല രീതിക്കും. പക്ഷെ എനിക്കത് മോശമായിട്ട് തന്നെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നൊരു സമയമാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്. അന്നേരം മാത്രമേ ഉള്ളൂ കുറച്ച് നേരം ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഫാമിലി ആയിട്ടിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനൊരു കോള് വരുന്നത്, ഓർത്തോണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നേരെ സ്റ്റേഷനിലോട്ട് വിട്ടു, പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടു. ഒരു പരാതി അങ്ങ് എഴുതി കൊടുത്തു. അത് കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾക്കും വേറൊരാളെ വെറുതെ വിളിച്ച് തെറി പറയാൻ ഒരു അധികാരവും ഇല്ല. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനെ തെറി പറയുന്നത് പോലെയല്ല എനിക്ക് പരിചയമില്ലാത്തൊരു വ്യക്തി ഇപ്പം എൻ്റെ നമ്പർ അതിനകത്തുള്ളത് കൊണ്ട് വിളിച്ചൊരു കാര്യം ചോദിച്ചു എന്നാണ് പറഞ്ഞത്. പോലീസുകാരൻ്റെ നമ്പർ ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലൊക്കെ നമ്പർ ഇതുപോലെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നോ പല പ്ലാറ്റ്ഫോംസിൽ നിന്നും നമുക്ക് നമ്പർ കിട്ടും. അങ്ങനെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് അവരോട് കാര്യം അങ്ങനെ ചുമ്മാ ചോദിക്കുമോ? എനിക്കറിയത്തില്ലാത്തൊരു കാര്യം. എന്നെ വിളിച്ച സമയത്ത് ഞാനൊരു കാര്യം കൂടെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അവന് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വെച്ചിട്ട് പോകാം, അത്രയേ ഉള്ളൂ. ഇനി ഈ പറഞ്ഞ വ്യക്തി പരാതി കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് അവർ ഫോൺ ചെയ്തു, മലപ്പുറത്തുള്ള ഒരു ടീമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ വ്യക്തി എന്നെ വിളിച്ചൊരു ഡയലോഗ് ഉണ്ട്, കേൾക്കണേ. ഞാൻ ഫോൺ ചെയ്തു, സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തോ? സ്റ്റേഷനിലുണ്ട്, ഞാനിപ്പോൾ സ്റ്റേഷനിൽ തന്നെയാണ്. എന്റെ പൊന്നു കേട്ടാ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ഞാൻ ഫാമിലിയായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ആ വിളിച്ച രീതി ശരിയാണെന്ന് തോന്നുമ്പോൾ എനിക്കറിയില്ല. എന്റെ പൊന്നേട്ടാ, ഞങ്ങള് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിയത്. ഇതിൽ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ആശുപത്രിയിൽ മേലാതെ കിടക്കുന്ന സമയത്തുള്ളൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഈ വാഹനത്തിന്റെ കംപ്ലൈന്റ് ഇപ്പം ഇത് കാണുന്നവരെങ്കിലും വിചാരിക്കുമായിരിക്കും ചിലപ്പോൾ വണ്ടി വഴി കിടന്നു പോയ സമയത്താണ് വിളിച്ചതെന്നുള്ള രീതിക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. ഇതിൽ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്നാന്ന് ചോദിച്ചാൽ 3 വർഷം മുമ്പ് ഈ വാഹനത്തിൽ ചെമ്മീൻ കൊണ്ടുപോയ സമയത്ത് അന്ന് വെള്ളം എങ്ങാണ്ട് വീണിട്ട് ആ മണം ഇതുവരെ പോയിട്ടില്ല. 3 വർഷം മുമ്പ് നടന്നത്. അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്, ഓർത്തോണം. ഇതൊക്കെ എപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവൻ എന്നെ വൈകിട്ട് വിളിച്ചു, ഒരു 1.5 മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ ശരിക്കും ഇട്ടങ്ങ് തകർത്തിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ആ പറഞ്ഞ രീതി എനിക്ക് ശരിക്കും ബുദ്ധിമുട്ട് തോന്നി. ഒന്നെങ്കിൽ അവൻ എന്നോട് ചോദിക്കണമായിരുന്നു ഞാൻ ഫ്രീ ആണോ, ഇതൊന്നും ചോദിച്ചിട്ടില്ല, ഡയറക്റ്റ് കാര്യം പറഞ്ഞു വരികയായിരുന്നു. അന്നേരം ഞാൻ ഡയറക്റ്റ് കാര്യം പറഞ്ഞു, ഇന്നത് ചെയ്തോ. കാരണം ഞാൻ ഫുഡ് കഴിക്കുന്നുള്ളതുകൊണ്ട് ഒഴിവാക്കിയത് തന്നെയാണ്, സത്യമാണ്, ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ അവിടെ ഒരു മോശ കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ വീഡിയോ കണ്ടിട്ട് വന്നോളൂ, ഞാൻ പറഞ്ഞു തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി കൂടെ നിങ്ങൾ കേട്ടോ. എനിക്കറിയില്ല. അല്ലേട്ടാ, യൂട്യൂബിൽ നമ്പർ എടുത്തിട്ട് നമ്മൾ ആ ഒരു ആശയത്തിൽ യൂട്യൂബ് ഞങ്ങളുടെ സ്റ്റേജ് നിങ്ങൾക്ക് അറിയണ്ടേ? ഒരു പരാതി കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഞാനിവിടെ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. എന്റെ പൊന്നേട്ടാ, ഞങ്ങൾ ഒരുപാട് ദൂരം, മലപ്പുറം കഴിഞ്ഞ് കുറെ ദൂരമുള്ള. അങ്ങനെയാണെങ്കിൽ ഒരാളെ വിളിക്കുമ്പോ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ വിളിക്കുന്നത് ആണോ? അപ്പൊ മര്യാദക്കല്ലേ സംസാരിക്കണ്ടേ? എന്റെ പൊന്നേട്ടാ, ഞാൻ കല്യാണം കൂടി കഴിയാത്ത ചെറുപ്പക്കാരൻ. അതെനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എന്നെ വിളിച്ചപ്പോൾ വല്ലതും പറഞ്ഞായിരുന്നോ? അല്ലേട്ടാ, ഞങ്ങൾ വണ്ടിനുള്ളിൽ ചെമ്മീൻ കുടുങ്ങിട്ട് എന്താ പരിഹാരം കിട്ടുന്നതാണ്. അപ്പൊ യൂട്യൂബിൽ നമ്പർ ഇട്ട് വിളിച്ചതാണ്. ശരി, ഞാൻ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? ഇല്ല, നിങ്ങൾ ആ ഭാഗത്ത് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടാലേ പറഞ്ഞു തരുള്ളൂ എന്ന് പറഞ്ഞപ്പോ അപ്പത്തെ ആ ഒരു പ്രശ്നം അങ്ങനെ പറഞ്ഞാണ്. എന്ത് പ്രശ്നമില്ല അങ്ങനെ പ്രശ്നമില്ല. ഈ തെറി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എവിടെ വരെ ചെല്ലും? നിങ്ങളുടെ റെക്കോർഡിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. നിങ്ങൾ ഇവര് വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ ഞാൻ തെറി പറഞ്ഞല്ലോ. ഫുൾ റെക്കോർഡിംഗ് എന്തായാലും ഉണ്ട്. ഏട്ടൻ തെറി പറഞ്ഞല്ലേ? ഏട്ടൻ അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞത് ഏട്ടൻ ഞങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് വിളിക്കുമ്പോ ഏട്ടൻ പരിഹാരം വീഡിയോ ഫുള്ള് കണ്ടാലേ പറഞ്ഞു തരുള്ളൂ മോശമായിട്ട് പറഞ്ഞു. അല്ല ഏട്ടാ, ഒരു സിറ്റുവേഷന്റെ സഹായത്തിന് വിളിക്കുമ്പോ ഏട്ടൻ വീഡിയോ ഫുള്ള് കണ്ടാലേ പറഞ്ഞു തരുള്ളൂ എന്ന് പറയാം. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ നിൽക്കുന്ന സാഹചര്യം അറിയേണ്ട കാര്യമില്ലെന്ന്. എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ കാര്യം റിക്വസ്റ്റ് ചെയ്യണം, ഇന്നതാണെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അതല്ല ചെയ്തത്. എന്നോട് നേരെ തെറി പറഞ്ഞിട്ട് നിൽക്കുകയല്ലായിരുന്നു. എന്റെ ഫോൺ ലൗഡ് സ്പീക്കറിലായിരുന്നു, ഫാമിലി മുഴുവൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ പിള്ളേരുടെ കാര്യം ഉൾപ്പെടെ അതിനകത്ത് കേൾക്കാം, നിങ്ങളുടെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ കേട്ടോ. എനിക്ക് സോറി വേണ്ട, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നാളെ ഒരു പാടാവണം എല്ലാവർക്കും. എന്തിങ്ങനെ കാണിക്കുന്നത്? ചേട്ടാ, ഞങ്ങൾ എനിക്കിപ്പോ സമയത്ത് പിന്നെ വിളിച്ചാൽ മതി. വാടക വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞാൻ ചെയ്യണം. മര്യാദയുടെ ഭാഷയെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിളിക്കാതിരിക്കാതെ രണ്ടാമത് വിളിച്ചിട്ട് ഈ തെറി പറഞ്ഞ കാര്യം എന്ത് തേങ്ങ കാണിക്കാനാണെന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത് വീഡിയോ ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ മനസ്സിലായിരുന്ന തേങ്ങ കാണിക്കാനാണ്? അല്ല, കുഴപ്പമില്ല, പരാതി എന്നാ തേങ്ങ കാണിക്കാനാന്ന് അവന് കറക്റ്റ് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്, വേണ്ട പരാതി അവർ ഫയൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ നാളത്തെ എന്നാ വരുന്ന പറഞ്ഞു ഇവിടെ കോട്ടയത്ത്? ഞങ്ങളിപ്പോ തമിഴ്നാട് പോകും. എനിക്കതറിയണ്ട, ഞാനിവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ നീക്കിക്കോളാം. അല്ല എന്നാ
എന്നാ പ്ലേസ്? അല്ല നിങ്ങൾ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞ. തെറ്റ് പറ്റിപ്പോയി സാർ. എന്നാ തെറ്റ് പറ്റിപ്പോയി? എന്നാ തെറ്റ് പറ്റിപ്പോയി? അപ്പത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാണ്. പക്ഷെ ഇനി അങ്ങനെ പറയില്ല. അല്ലല്ല, നിങ്ങൾ എന്നോട് മാത്രമല്ല, ഇനി നാളെ ഒരാളെ വിളിച്ചിട്ട് ഇതുപോലെ പറയില്ല. ഞങ്ങൾക്ക് അപ്പത്തെ ഒരു പ്രശ്നം ഇനി അങ്ങനെ ഉണ്ടാവില്ല. അല്ല, എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ആണോ? എനിക്ക് സോറി വേണ്ട, ഇവര് വിളിച്ചിട്ടുണ്ടല്ലോ ഇവിടുന്ന്. നിങ്ങൾ എന്നാ വരുന്നേ? ഇല്ലില്ല, ഞാൻ വരാതെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്റെ സമയം എത്ര പോയെന്നറിയോ നിങ്ങൾക്ക്? എനിക്ക് വീട്ടിൽ നിന്ന് വേറെ ഒത്തിരി പരിപാടി മാറ്റി വെച്ചിട്ട് ഞാൻ ഇവിടെ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യത്തിന് വേണ്ട തന്നെയാണ്. ഞാൻ ചുമ്മാ നിൽക്കുന്ന ഒരാളല്ല, എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനും ഒക്കെ ഉള്ളതാ. ഇതെല്ലാം മാറ്റി വെച്ച് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറ്റ വാക്ക്, ആ മൈക്ക് എന്നെ വിളിച്ചൊരു വാക്കുണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാ വിളിച്ചേ? സോറി. അല്ല, നിങ്ങളുടെ കുറെ കൂട്ടുകാരുണ്ടായിരുന്നില്ല, ഇപ്പൊ ആ കൂട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ? കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടോ? അല്ല, ആ കൂട്ടുകാരെല്ലാം വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിടുന്നുണ്ട്, ഇതിന്റെ എല്ലാം ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അതല്ല ഞാൻ പറയട്ടെ, സാറേന്നോ എന്നെ വിളിച്ചിട്ടില്ല? അല്ല, ഇപ്പൊ എന്നെ വിളിച്ച് സാറേന്നോ? നേരത്തെ അങ്ങനെ വിളിച്ചേ? അല്ല ഏട്ടാ, ഞാൻ പറയട്ടെ, അതായത് തെറ്റ് പറ്റിപ്പോയി. പറയാൻ അങ്ങനെ പറഞ്ഞ തെറ്റ് പറ്റിപ്പോയി. സ്വാഭാവികമായിട്ട് സാധാരണ നമ്മള് നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ല? ഇപ്പൊ ദേഷ്യം വരുന്നില്ല? ഇത്ര നേരത്തെ മര്യാദക്ക് സംസാരിച്ചപ്പോ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നല്ല രീതിക്കാണല്ലോ പറയുന്നത്. അല്ല, ഇപ്പൊ ദേഷ്യം വരുന്നില്ലേ? അത് നിങ്ങൾ ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കും നമ്മൾ കരുതില്ല. അത് മനസ്സിലാക്കണം. അത് വേറെ ആരെയും ചുമ്മാ തെറി പറയാൻ പോകരുത് കേട്ടോ. ഞാൻ സംസാരിച്ചു അല്ലല്ല, സോറി വേണ്ട, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ റെസിറ്റ് ഇപ്പൊ എടുത്തു തരും. റെസിറ്റ് ഉൾപ്പെടെ ഞാൻ അടുത്ത വീഡിയോക്കകത്ത് ഞാൻ ചെയ്തു തരാം. അത് വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളെ പോലുള്ള ഓരോരുത്തരും വിളിക്കുമ്പോൾ ബാക്കിയുള്ളവരും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ലൈനിലുള്ള സോറി പറഞ്ഞോണ്ടിരിക്കും. സോറി പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഞാനതിൽ ആലോചിക്കട്ടെ. വൈകിട്ട് തന്നെ വിളിക്കേ, ഒരു 9 ആകുമ്പോൾ വിളിക്കാം. അല്ല, 9 ആകുമ്പോൾ വിളിക്കാം. ഞാനിപ്പോ തിരക്കാം കേട്ടോ. വൈകിട്ട് 9 ഓക്കെ. അപ്പൊ അവിടെ കൊണ്ട് തീർന്നു. കാരണം വൈകിട്ട് 9 മണിക്ക് വിളിക്കാൻ പറഞ്ഞു. കൃത്യം 9 മണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം തൊട്ട് ഞാൻ ശരിക്കും ഇരുന്ന് പറയുന്നുണ്ട്. ഇത് വേറൊന്നും കൊണ്ടല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം എല്ലാവരുടെയും പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു വ്യക്തിയെ വിളിക്കാനുള്ള ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം, തിരക്കാണോ? അതിപ്പോൾ ചേട്ടനാണെങ്കിലും സാറാണെങ്കിലും ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയനാണെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്ന, എടാ തിരക്കിലാണോ, ഫ്രീ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം സംസാരിക്കാറുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ. ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരാൾ വിളിക്കുന്നത്. എനിക്കൊരു ദിവസം ഏകദേശം ഒരു 50 തൊട്ട് 60 കോൾ വരെ വരാറുണ്ട്. ഒരു 90% കോൾ സംശയം ചോദിച്ച് വിളിക്കുന്ന ആൾക്കാർ. എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് താഴോട്ടാണ് പോകുന്നത്. അതായത് ആരും കാണുന്നില്ല, എല്ലാവരും ഡയറക്റ്റ് സംശയം ചോദിക്കുക. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു തരാം. ഇപ്പോഴത്തെ സ്ഥിരം രീതി ഇതാ. ഇനി അങ്ങോട്ടാണെങ്കിൽ ആരെന്നെ വിളിച്ചാലും ഞാൻ ആദ്യം പറയാൻ പോകുന്നൊരു കാര്യം, വീഡിയോ കാണുക, വീഡിയോ കണ്ടതിന് ശേഷം എന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം എന്ത് സംശയമാണെന്നുള്ളത്. എന്നെക്കൊണ്ട് അറിയാവുന്ന സംശയമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ടാണെങ്കിലും ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. വിളിച്ച ആൾക്കാരൊക്കെ, അതായത് വിളിച്ചിട്ട് ഞാൻ സംശയങ്ങൾ തീർത്ത് കൊടുത്ത് ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കാം, ബാക്കിയുള്ളവർക്ക് കൂടെ മനസ്സിലാകും. കാരണം ഞാൻ ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു അത്യാവശ്യ സിറ്റുവേഷൻ, ഇപ്പോൾ ഒരാൾ വഴി പെട്ടുപോയി, ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അന്നേരം പറഞ്ഞു തരാൻ റെഡിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞൊരു രീതി കണ്ടായിരുന്നല്ലോ, ഒരു അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത്, 3 വർഷം മുമ്പ് വണ്ടിക്കകത്ത് വീണ ചെമ്മീൻ വെള്ളത്തിൻ്റെ മണം ഇപ്പോഴും ഉണ്ട്. ഇവർ ഫ്ലോറൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ചിട്ടും പോയിട്ടില്ല. അതൊക്കെ ഇത്രയും ക്രിട്ടിക്കലാണോ? എനിക്കറിയില്ല. നിങ്ങളുടെ കമൻറ്റും കൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കമൻസ് ആയിട്ടൊന്ന് ഇടുക. അത് മാത്രമല്ല, ഞാൻ ഇവരെ ഇവിടെ വരുത്തുന്നുണ്ട്. അതായത് കോട്ടയം വന്ന് എനിക്ക് ഇവിടെ കണ്ട് ഇവിടെ വന്നവർ സോറി പറഞ്ഞു വെച്ച് പോട്ടെ. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നാളെ ആരോടും, ഇവരെന്നല്ല വേറെ ആരും ഇങ്ങനെ കാണിക്കരുത്. പരിചയമുള്ള ഒരാൾ, എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയാൻ പാടില്ല, എന്നാലും തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെയല്ല നമ്മളൊരു വേറൊരു വ്യക്തിയെ വിളിച്ചിട്ട്, അതിപ്പോൾ ഒരു സാധാരണക്കാരനാകട്ടെ ആരോ ആയിക്കോട്ടെ, ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. ഒരു സാധാരണക്കാരനെ ഇങ്ങനെ വിളിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കും നാളെ ഈ ഒരു കാര്യം വരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാം. വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലോട്ട് പോവുക. ഗാന്ധിനഗറാണ് എൻ്റെ സ്റ്റേഷൻ ലിമിറ്റ്. ഞാൻ നേരെ ഗാന്ധിനഗറിൽ ചെന്നു. അവിടുത്തെ വിഷ്ണു എന്ന് പറഞ്ഞ സാറിനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി അതുപോലെ ഫ്രണ്ട്ലി ആയിട്ട്, കാരണം പലരും ചെല്ലാൻ മടിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും പേടിയുള്ളൊരു സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം നേരെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് സ്റ്റേഷനിൽ പോകുന്നതല്ല, അത് വേറെ പല കാര്യത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവിടെ ചെന്നു, CA ഇല്ലാത്തതുകൊണ്ട് SI കാണാൻ പറ്റി. SIയുടെ കാര്യം പറഞ്ഞു, വോയിസ് കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അന്നേരം പറഞ്ഞു, വിളിച്ചോളാൻ പറഞ്ഞു. ആ പുള്ളിയെ വിളിച്ച വിത്തിൻ ഒരു 10 മിനിറ്റ് ആയാലും എനിക്ക് തിരിച്ച് കോൾ വന്നിട്ട്, ചേട്ടാ സോറി എന്ന് പറഞ്ഞ് വിളി വന്നു. ഞാൻ വിളിച്ച സമയത്ത് അയാളോട് പിന്നെ ചോദിച്ചൊരു കാര്യമാണ്, ചേട്ടാ എൻ്റെ ഫോണിൽ നിന്നല്ല വിളിച്ചത്, ഈ വിളിക്കുന്നയാൾ ഗൾഫിൽ നിന്ന് അങ്ങോട്ട് വന്ന ഒരാളാണ്.
ഈ തെറി പറഞ്ഞ പയ്യൻ ഗൾഫിലോട്ട് പോകാൻ നിൽക്കുന്നയാളാ. അപ്പൊ ഇവര് തമ്മിൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഏതായാലും എന്നെ വിളിച്ചപ്പം ഇയാൾ പറയുന്നത് ഇയാളുടെ ഫോണിൽ നിന്ന് അവൻ വിളിച്ചു. ആയിക്കോട്ടെ, എന്തിനു വിളിച്ചു, എന്തിനു തെറി പറഞ്ഞു? എല്ലാവരുടെയും വിചാരം ഇതുപോലെ അങ്ങ് ചുമ്മാ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നിന്ന് കേൾക്കുന്ന. ഇനി നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഒന്ന് തെറി കേൾക്കുന്നുണ്ട്, നേരെ ഒരു പരാതി കൊടുത്തു. ഇതുപോലെ ഒരു കോൾ റെക്കോർഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് കൈ വേണം. അല്ലാതെ ചുമ്മാ വെറുതെ എന്നിട്ട് അവൻ എന്നെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എവിഡൻസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആക്ഷൻ നടക്കും. പോലീസ് സ്റ്റേഷൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, അവരും നമ്മുടെ കൂട്ടത്തിൽ ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നീക്കുപോക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് ഇനി തൊട്ട് ആരും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇതുപോലെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേരെ സ്റ്റേഷനിൽ ചെന്ന് നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ സാധിക്കും. ഇതും ഒരു അവയർനെസ് തന്നെയാണ്. ഏതായാലും ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റും കൂടെ ഞാൻ ഷുവറായിട്ടും തരുന്നതായിരിക്കും. ഞാൻ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നാളെ ഈ പറഞ്ഞ വ്യക്തി വേറെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതായത് നാളെ ഇനി അവൻ ചീത്ത പറയണമെന്ന് മനസ്സിലാലോചിക്കുമ്പോൾ അവൻ ഈ ഒരു കാര്യം ഓർമ്മ വരണം. അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഓ അവൻ വെറുതെ വിട്ടില്ലേ എന്നുള്ള ചിന്ത വരണ്ട. ഇച്ചിരി ബുദ്ധിമുട്ടട്ടെ, അതല്ലേ ശരി? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റിലിടുക. ഇങ്ങനെ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എങ്കിൽ അതും കൂടെ നിങ്ങൾ ഇടുക.